അടിയന്തരമായി നിങ്ങളെ കാണാൻ തീരുമാനിച്ചു. അതായത് UDFന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഏകോപന സമിതി യോഗം ഈ വരുന്ന 30-ാം തീയതി 30/7/2026 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ക്ലിഫ് ഹൌസിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടുന്നതാണ്. ഈ യോഗത്തിൽ വെച്ച് പല തീരുമാനങ്ങളും കൈക്കൊള്ളും. ആ തീരുമാനങ്ങൾ പലതും മറ്റ് മന്ത്രിമാരുമായും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ, കോർപ്പറേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരവരുടെ വകുപ്പിലുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാനമായി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ വി ഡി സതീശൻ അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ട് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ പല പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളും വരികയുണ്ടായി. ആ തീരുമാനങ്ങളൊക്കെ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ പാർട്ടിയുമായും അതുപോലെ തന്നെ മുന്നണിയുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടാണ് ആ തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടിട്ടുള്ളത്. ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമല്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ വകുപ്പുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ആളുകളെ അവിടെ പുതിയതായി വെക്കുവാൻ കഴിയും എന്ന് വെച്ചാൽ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വകുപ്പിലുള്ള ബോർഡുകളാണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വേണ്ടിയുള്ള നടപടികൾ ഈ മുന്നണി യോഗത്തിൽ വെച്ച് ഉണ്ടാകുന്നതാണ്. അതിന് ഉള്ള നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇന്നിപ്പോ പലതരത്തിലുമുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിമർശനങ്ങൾക്ക് ഒന്നും തന്നെ യാതൊരു തരത്തിലും മറുപടി പറയാൻ വേണ്ടിയല്ല ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം വിമർശനങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്നത് ഒരു മുന്നണി സംവിധാനവുമായി മുമ്പോട്ട് പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നന്നായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇഷ്ടപ്പെടാത്ത നിരവധി ആളുകൾ ഉണ്ട്. അവരിലൂടെയാണ് പലപ്പോഴും പല വിമർശനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും അതിന് പരിഹാര മാർഗങ്ങൾ നിശ്ചയമായും ഉണ്ടായിരിക്കും എന്നുകൂടി നിങ്ങളെ അറിയിക്കുക. അല്ല, നിയമസഭാ സമ്മേളനം കഴിഞ്ഞതിപ്പോ ഈ അടുത്ത സമയത്തല്ലേ. നിയമസഭാ സമ്മേളനം കഴിഞ്ഞു, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം. ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം പിന്നെ അധികം നാൾ എടുത്തിട്ടില്ല. അതിന് ഇടയ്ക്ക് എംപിമാരെ വിളിച്ചു ചേർത്ത് ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരിക്കപ്പെടേണ്ട നടപടികളെ കുറിച്ച് ഉള്ള ചർച്ചകൾ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ട് ആ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി, ചർച്ച ചെയ്യുകയുണ്ടായി. ആ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ് അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ പാർലമെന്റിൽ ഇക്കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഉന്നയിച്ചുകൊണ്ട് ഇരിക്കുന്നത്.
അല്ല, സ്വാഭാവികമായും ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം തരുന്ന തീയതി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ UDF കൂടാറുള്ളത്. നേരത്തെ ആണെങ്കിലും അത് തന്നെയായിരുന്നു. അതിപ്പോ പുതിയൊരു സംവിധാനമായി നിങ്ങളാരും വിമർശിക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹം ഡേറ്റ് പറഞ്ഞ അദ്ദേഹത്തിന്റെ കൂടി സൗകര്യവും മറ്റുള്ള ആളുകളുടെ സൗകര്യം കൂടി എടുത്തുകൊണ്ടാണ് ഈ 30-ാം തീയതി കൂടാം എന്ന് അറിയിച്ചതനുസരിച്ചാണ് നിങ്ങളെയും ഈ കാര്യങ്ങൾ അറിയിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അല്ല, ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ അവർക്ക് ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അതിന് ഏതൊക്കെ തരത്തിൽ ആരൊക്കെയാണ് എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് UDF ഒരു തീരുമാനം എടുക്കുകയും ആ UDF തീരുമാനം എടുക്കുന്നതനുസരിച്ച് UDF ഒറ്റക്കെട്ടായി ഞങ്ങൾ മുമ്പോട്ട് പോകും. അല്ല, സ്റ്റാറ്റസ് കോ എന്ന് പറയുമ്പോൾ ഇപ്പോ യഥാർത്ഥത്തിൽ പല ഇടങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ മുൻ ഗവൺമെന്റ് വെച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ തുടരുന്നത്. ഏതായാലും അവരെ വെച്ചുകൊണ്ട് പോകാനുള്ള തീരുമാനമല്ല ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. ഞങ്ങൾ അക്കാര്യങ്ങൾ കാര്യമായി ആലോചിച്ചുകൊണ്ട് അതിന് ഏതൊക്കെ തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് നോക്കിക്കണ്ടുകൊണ്ട് അതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. മുൻപ് സർക്കാർ UDF സർക്കാരിന്റെ കാലത്ത് എടുത്തിരിക്കുന്ന ബോർഡ് കോർപ്പറേഷനിലുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്തുണ്ടായിരുന്ന സ്റ്റാറ്റസ് അതുണ്ടാവുമോ? ഇപ്പൊ അത് പാരമ്പര്യം തുടരുമോ അതോ പുതിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഈ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലൊക്കെ? അത് സ്വാഭാവികമായും ഞങ്ങൾ എല്ലാവരുമായി ചർച്ച ചെയ്ത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാകും. അല്ല, നിരവധി അപേക്ഷകൾ UDF കൺവീനർ എന്നുള്ള നിലയിൽ എന്റെ കൈവശം കിട്ടുന്നുണ്ട്. കിട്ടുന്ന അപേക്ഷകളെല്ലാം ഞങ്ങൾ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. UDF കൂടുമ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ആരായിരിക്കണം കോർപ്പറേഷന്റെ അല്ലെങ്കിൽ മറ്റൊരു തലപ്പത്ത് വരേണ്ട ആൾ ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കും. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. അതായത് പാർട്ടികൾ ഓരോ പാർട്ടിക്കും കൊടുക്കേണ്ടതായ ഏതൊക്കെ എന്ന് തീരുമാനം എടുത്തതിന് ശേഷം അതാത് പാർട്ടികളായിരിക്കും നിശ്ചയിച്ച് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇന്ന ആളിനെയാണ് വെക്കേണ്ടത് എന്ന് അവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങളുമായി മുമ്പോട്ട് പോകും. നയപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ബഡ്ജറ്റിലും കുറവുണ്ടായ വിവാദങ്ങൾ ഒന്ന് മദ്യത്തിന്റെ നീതി കുറയുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ കൈമൾക്കാരനുമായി ബന്ധപ്പെട്ട സ്വകാര്യ നിക്ഷേപം, ഓഹരി വിഴിഞ്ഞം ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, ഒപ്പം തന്നെ ഈ ക്രീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം, ഇത്തരം കാര്യങ്ങളിലൊക്കെ നയപരമായ കാര്യങ്ങൾ ഇനി UDF ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചായിരിക്കും പ്രധാന അജണ്ട. അല്ലാതെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ചില തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ നയപരമായി എടുക്കേണ്ട ചില തീരുമാനങ്ങൾ പ്രധാനമായിട്ട് വരേണ്ടത് എന്തൊക്കെ എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഈ മീറ്റിംഗിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതേക്കുറിച്ച് UDFൽ മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെയുണ്ട്. എല്ലാവരുമായി ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് അതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. അല്ല, അതിപ്പോ പറയാൻ പറ്റില്ല. അത് UDF യോഗത്തിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റൂ. അധ്യക്ഷന്റെ കാര്യത്തെ സംബന്ധിച്ച് വിവിധതരത്തിലെ ചർച്ചകൾ നടത്തിയെങ്കിലും അതൊരു തീരുമാനമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവും. അല്ല, അത്തരം കാര്യങ്ങൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. അതല്ലാതെ തന്നെ ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരാളിനെ നിശ്ചയിക്കാൻ പറ്റില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും അതുപോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ ശ്രീ രാഹുൽജിയും അതുപോലെ ഖാർഗെജിയും
എല്ലാവരുമായി കൂട്ടി ആലോചിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ആ തീരുമാനങ്ങൾ എന്ത് വരുന്നു എന്നതിനെ കുറിച്ച് ഇപ്പൊ പറയാൻ പറ്റില്ല. അല്ല, അത് അങ്ങനെ അധികം വൈകി പോകില്ല. കാര്യങ്ങൾ വലിയ കാലതാമസം. അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് വളരെ പെട്ടെന്ന് ഡൽഹിയിൽ നടന്നിട്ടുള്ള സംഭവവികാസങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഡൽഹിയിലെ ഈ മറ്റൊരു പാർട്ടിയുടെ പാർട്ടിയല്ല, മറ്റൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് അവരുടെ പേരിലാണ് അവിടെ നടക്കുന്ന സമര പരിപാടികൾ. ആ സമര പരിപാടികളുമായി ഇന്ത്യ രാജ്യത്തെ ചെറുപ്പക്കാർ അവിടെ ഒത്തുചേരുകയാണ്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ആളുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് കാണിക്കുന്ന തെറ്റായ നയങ്ങളും പ്രവർത്തനങ്ങളും കേരളത്തിലെ യുവാക്കളെ അത് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ പ്രധാൻ അദ്ദേഹം രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് വെറുതെ ഒരു മന്ത്രി രാജിവെക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷേ ഇന്ന് അദ്ദേഹം കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് എത്രയോ ചെറുപ്പക്കാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ജീവൻ നഷ്ടപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി എടുത്തതും അതിന് നേതൃത്വം കൊടുക്കുന്നതും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നു അദ്ദേഹം രാജിവെച്ച് ആ രാജിക്ക് ശേഷം മാത്രമേ കാര്യങ്ങളുമായി ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ മാനദണ്ഡങ്ങൾ ഒരാൾക്ക് ഒരു പദവി അങ്ങനത്തെ മാനദണ്ഡങ്ങൾ വന്നില്ല. അപ്പോ ഈ എന്തെങ്കിലും മാനദണ്ഡം AICC മുന്നോട്ട് വെച്ചതായിട്ട് ശ്രദ്ധയിലുണ്ട്. വാർത്തകൾ വന്നതുകൊണ്ടാണ്. ഇല്ല, ഇത് എന്റെ ശ്രദ്ധയിൽ അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാനദണ്ഡം ഇതിനകത്ത് ഉണ്ടോ എന്നതിനെ കുറിച്ച് ഞാനിപ്പോൾ കേൾക്കുകയാണ്. മീഡിയാസിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പലതും വരുന്നുണ്ട്. അത് വരുന്നത് പിന്നെ യഥാർത്ഥത്തിൽ ഉള്ള സത്യാവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളല്ല വന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടി മുമ്പോട്ട് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാക്കണം. അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ നിശ്ചയമായും അവിടെ സ്വീകരിച്ചിരിക്കും. അന്ന് പലതവണ അങ്ങനെ പരിഗണിക്കപ്പെടുകയും പറഞ്ഞു നിർത്തുകയും അവസാനം ഒഴിവാക്കപ്പെടുകയും ചെയ്തതാണ്. അന്ന് ഏതെങ്കിലും തരത്തിൽ ലീഡർഷിപ്പിനെ കാണുകയും ആശയവിനിമയം നടത്തിയിരുന്നു. ഞാന് പിന്നെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് ശ്രീ രാഹുൽജി ആണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും അവരെയൊക്കെ കാണാറുണ്ട് എന്നുള്ളതിലുപരി അല്ലാതെ ഒരു ക്ലെയിമും ഞാൻ വെച്ചിട്ടില്ല. അങ്ങനെ ക്ലെയിം വെച്ചവരുണ്ടെങ്കിൽ അത് ആ വെച്ച ആളുകൾക്ക് പറയാനുള്ള പല കാര്യങ്ങളും കാണും. എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും പറയാനുണ്ടാകും. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. എന്തിന്? അല്ല, അത് ചുമതല ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ. ഇപ്പൊ ഇരിക്കുന്ന ഈ കസേരയിൽ ഇരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയത് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ചല്ല. അപ്പോ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ കിട്ടുന്ന അവസരം തീർച്ചയായിട്ടും അത് വിനിയോഗിക്കും. അല്ല, അത് സ്വാഭാവികമായും എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. അഭിപ്രായത്തിൽ ഒരു മാറ്റവും ഇല്ല. അല്ല, അത് അദ്ദേഹത്തിനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. അദ്ദേഹത്തിനോട് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം അതിനുള്ള മറുപടി കൃത്യമായി തരും. ഏത്? അല്ല, എല്ലാ കാര്യങ്ങളും ഇപ്പോ കേരളത്തിൽ UDF അധികാരത്തിൽ വന്നത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പേരിലല്ല. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 102 സീറ്റുമായി UDF അധികാരത്തിൽ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ
ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ അതിലൂടെ ഞങ്ങൾ നിറവേറ്റിയിരിക്കും. ഈ സർക്കാർ വരുമ്പോഴാണെങ്കിൽ ഈ പലതരത്തിലെ പരിഗണന സംബന്ധിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സോഷ്യൽ ബാലൻസ് എല്ലാം സർക്കാർ എന്ന നിലയ്ക്കൊക്കെ പരിഗണിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കഴിവ് മാത്രമായിരിക്കും, അതായത് പക്വതയുള്ള, അത് സർക്കാരൊക്കെ ഭരിക്കുകയാണ്, ഭരണത്തിലുള്ള പാർട്ടിയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടുപോകാനുള്ള കഴിവാണ് ഒരു മാനദണ്ഡമായി UDF-ന്റെ കൺവീനർ എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത്. അല്ല, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകണമല്ലോ. അതല്ലാതെ വിവിധ തട്ടുകളിലാക്കി മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകണം. ഒരുപക്ഷെ തെറ്റും ശരിയും ഉണ്ടാകാം. ആ തെറ്റും ശരിയും മനസ്സിലാക്കിക്കൊണ്ട് അതിന് കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നതിന് വേണ്ടിയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുമുള്ള നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കഴിവും അനുഭവപരിചയമുള്ള പക്വതയുള്ള ഒരാളായിരിക്കും അതിലേക്ക് വരിക എന്നുള്ളതായിരിക്കും താങ്കളുടെ അഭിപ്രായം. അല്ല, അത് പാർട്ടി തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കൊരു പാർട്ടി സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി ഒരു തീരുമാനം എടുക്കട്ടെ. ഏത് തീരുമാനം എടുത്താലും ആ തീരുമാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അത് സ്വീകരിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ നടത്തുന്നത്. അല്ല, ഞാൻ ഡേറ്റ് പറഞ്ഞു. 30/7/2026 വ്യാഴാഴ്ച ക്ലിഫ് ഹൗസിൽ വെച്ച് UDF യോഗം രാവിലെ 11 മണിക്ക് കൂടുന്നത്. മുൻപുള്ള കാലങ്ങളിലല്ല കോൺഗ്രസിന് കുറച്ചുകൂടി നന്നായി പ്രകടനം നടത്താൻ പറ്റിയല്ലോ പ്രാവശ്യം ഇന്ത്യയുടെ കാര്യത്തിൽ. ഈ ബോർഡ് കോർപ്പറേഷനിലൊക്കെ അതിനനുസരിച്ചിട്ടൊരു തീരുമാനം ഉണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരം കാര്യങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് അതിനുള്ള തീരുമാനമെടുക്കും. ആരെയും വേദനിപ്പിക്കാതെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ കണ്ട് എല്ലാവരെയും പരമാവധി ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും. കോൺഗ്രസിന് കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടുമായിരിക്കും. അത് സ്വാഭാവികമല്ലേ. കോൺഗ്രസിന് ഉള്ള ഒരു അവകാശമുണ്ട്. ആ അവകാശത്തെക്കാൾ ഉപരിയായി UDF-നെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് UDF-ന്റെ മുഖ്യമായ ലക്ഷ്യം. ആ തരത്തിലേക്ക് ഞങ്ങൾ പോകും. അല്ല, ഇപ്പൊ ഈ മന്ത്രിസ്ഥാനത്തിൽ പലരും ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറായി, മന്ത്രിസ്ഥാനം കുറച്ചു. അപ്പം ഈ ബോർഡ് കോർപ്പറേഷൻ വിഭജനങ്ങളിൽ കൂടി കൂടുതൽ വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ കലാശികൾ അതിന് തയ്യാറാവും. ഇല്ല, ഞങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കുമല്ലോ. ഒരു ചർച്ചയിലൂടെ ഒരുപക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എല്ലാം കിട്ടിയെന്ന് വരില്ല. കിട്ടിയില്ല എങ്കിലും ഞങ്ങൾ അവരുമായി ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല നടത്തുന്നത്. ഞങ്ങൾ അവരുമായി ഒരു സമവായത്തിലൂടെ UDF-നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ട നടപടികൾ ആയിരിക്കും നിശ്ചയമായും സ്വീകരിക്കും. ഈ UDF സംസ്ഥാന സമിതി യോഗം ചെയ്യുന്നുണ്ടല്ലോ, ഈ PMC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഭിന്നത എന്ന തരത്തിൽ ഇപ്പൊ ലീഗിലും കോൺഗ്രസിലും രണ്ട് അഭിപ്രായം എന്ന തരത്തിലേക്ക് ചർച്ച ഉയർന്നു വന്നത്. അപ്പൊ PMC-യുടെ ഒരു ധാരണ, ഒരു ഐക്യക്കുറവ് UDF-ലുണ്ടോ? അല്ല, PMC ഇത് ഒപ്പിട്ടതാര്? ഒപ്പിട്ടത് UDF അല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുത്തരുത്. PMC എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ പോയി ഒപ്പിട്ടത് LDF ഗവൺമെന്റാണ്. LDF ഗവൺമെന്റിന് വേണ്ടി അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് പോയി PMC-ക്ക് അനുകൂലമായി അവിടെ ഒപ്പിട്ടത്. അപ്പോൾ LDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിൽ അതേക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അല്ലെങ്കിൽ 1 മാസം റിപ്പോർട്ട് കൊടുക്കണമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ആ 1 മാസം കാലാവധി കഴിഞ്ഞു. ഉപസമിതി ഇപ്പൊ യോഗം ചേർന്നമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ അതിങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോവുകയല്ലേ? കഴിഞ്ഞ ക്യാബിനറ്റ് വരുമെന്നാണ്, അതിന് മുമ്പുള്ള ക്യാബിനറ്റ്. അത് ഞങ്ങളൊന്ന് ചർച്ച ചെയ്യട്ടെ. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കൂട്ടായി ആലോചിച്ച് എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ UDF യോഗത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ആ തീരുമാനം നിങ്ങളെയും കൂടി അറിയിക്കും. അതായത് പിന്മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുകയാണ്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിട്ടും എന്തുകൊണ്ട് UDF അത് ഉപയോഗിക്കുന്നില്ല? അങ്ങനെയാണ് LDF ചെയ്തതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അല്ല, ഈ അങ്ങനെയാണെങ്കിൽ ഇത് അന്ന് പോയി ഒപ്പിടാൻ വേണ്ടി രഹസ്യമായി ആളിനെ അയക്കണ്ടായിരുന്നത്. LDF ഗവൺമെന്റ് ഇരുന്ന കാലഘട്ടത്തിൽ രഹസ്യമായി വിദ്യാഭ്യാസ സെക്രട്ടറിയെ പറഞ്ഞുവിട്ട് അതിൽ എഗ്രിമെന്റിൽ ഒപ്പിടാൻ വേണ്ടി പോയത് LDF ഗവൺമെന്റാണ്. ഈ പറയുന്ന അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയാതെയാണ്, അന്നത്തെ മുഖ്യമന്ത്രി അറിയാതെയാണ്, ഒന്നുമല്ലല്ലോ. ഇതൊക്കെ അവർ ചെയ്തതിന് ശേഷം ഇപ്പോ തടി തപ്പാൻ വേണ്ടി ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടാം എന്നാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്.
അല്ല അത് ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് എന്നൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ മറുപടി പൂർണ്ണമായി ഞാൻ കേട്ടില്ല. അതിനുശേഷം അതിനെ കുറിച്ച് പ്രതികരിക്കും. അപ്പൊ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഗവൺമെന്റ് സർക്കാരിന്, UDF സർക്കാരിനും അതുപോലെ അല്ല വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. വാർത്തകൾ വരുന്നുണ്ട്. സമരം വിജയം കണ്ടു. സമരം വിജയം കണ്ടു. രാജിവെച്ചു സത്യമാണ്. വാർത്തകൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനോട് ഒരു അല്ല ഇതിപ്പോ നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. ഞാനാണ് പോയി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ നിന്ന് പല ഇടങ്ങളിലും ആളുകൾ ഇവിടെ വനിതകളെത്തി. ഈ സമരത്തിന് അനുകൂലമായി എല്ലായിടത്തും ഇന്ത്യ രാജ്യത്ത് പലയിടങ്ങളിലും അതിൻ്റെതായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ വലിച്ചഴിച്ചുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് മുമ്പോട്ട് പോയത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല ഒരു ചെറുപ്പക്കാരനെ നേരെ വെടി ഉയർത്തിയത്, പെല്ലറ്റ് ഉപയോഗിച്ച് വെടി ഉയർത്തിയത് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇവരുടെ അവകാശവാദം. പക്ഷേ അവകാശവാദം തെറ്റാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടെ മോദിയുടെ ഭൂമത്തേക്കിനിടയിൽ ആദ്യമായിട്ടാണൊരു സമരം നടത്തിയ രാജ്യം. മുമ്പ് എംജെക്കാർക്ക് ഉണ്ടെങ്കിൽ ഒരു മാറ്റം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടോ ദേശീയ തലത്തിൽ? എന്താ കോൺഗ്രസ് റീഡ് ചെയ്യുന്നത്? അല്ല, ദേശീയ തലത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു മറുപടി എന്നുള്ള നിലയിൽ തന്നെയാണല്ലോ ഇപ്പൊ നടക്കുന്നത്. ഇപ്പോ അദ്ദേഹം രാജിവെച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടില്ല. അതുകൊണ്ടാണ് വാർത്ത വന്നു എന്ന് പറയുമ്പോ എന്തായാലും ഈ സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് പറ്റിയിരിക്കുന്ന ആദ്യത്തെ വീഴ്ചയാണ് ഇന്ത്യ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ അത് രാജിവെക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഏതാണ്ട് 20ഓളം കുട്ടികളാണ് മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളൊക്കെ ഡൽഹിയിൽ ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുട്ടികൾക്കെതിരെ ഉള്ള അക്രമ പ്രവർത്തനങ്ങൾ, വളരെ മോശപ്പെട്ട തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളാണ് അവിടെ അഴിഞ്ഞാടിയത്. മോശപ്പെട്ട പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവരെ വളരെ ഈ കുട്ടികൾ ഒന്നും ഈ ഇന്ത്യ രാജ്യത്തെ കുട്ടികളല്ല എന്നുള്ള തരത്തിലാണ് അവരെ കൈകാര്യം ചെയ്തത്. കർഷകരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വിദ്യാർത്ഥികളുടെ സമരത്തോട് വേണം തീരുമാനം. അതെ, അല്ല ഇതുപോലെ ഒരു പ്രതിഷേധ സമരം ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് ആ സമരത്തിൽ പങ്കെടുത്തത്. അതിനകത്ത് കോൺഗ്രസ് മാത്രമൊന്നുമല്ല. ഞങ്ങൾ അങ്ങനെ അവകാശപ്പെടുന്നുമില്ല. കോൺഗ്രസും അതിന്റെ ഒരു ഭാഗമായി മാറി എന്നുള്ളത് സത്യാവസ്ഥയാണ്. പക്ഷേ കോൺഗ്രസ് മാത്രമല്ല, ഈ ഇന്ത്യ രാജ്യത്തെ ചെറുപ്പക്കാരുടെ ഒരു വലിയ മുന്നേറ്റമാണ് അവിടെ കാണുന്നത്. അത് തുടക്കമല്ലേ, ഒന്ന് തുടങ്ങട്ടെ. ഓക്കെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.